ഒരു പുതുയുഗയാത്രയ്ക്ക് തുടക്കമിടുമ്പോൾ ഇത്ര വലിയ ആവേശവും ഇത്ര വലിയ പ്രതികരണവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം സാക്ഷാത്കരിക്കാനാണ് നമ്മൾ ഈ പോരാട്ടത്തിൽ, ഈ മഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമുക്കൊരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും. കേരളത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഇവര് കേരളത്തെ തകർത്തു തരിപ്പണമാക്കി, ഇല്ലാതാക്കി. കേരളത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്, അല്ലേ? സമ്പദ് വ്യവസ്ഥ തകർന്നാൽ കുടുംബത്തിലെ പോലെയാണ്. കുടുംബത്തിലെ സമ്പദ് വ്യവസ്ഥ തകർന്നാൽ എന്താ സ്ഥിതി? അതുപോലെ ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ്. അതിവര് തകർത്ത് തരിപ്പണമാക്കി. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തി. അടുത്ത മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷെ അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. 5 പൈസ ഖജനാവിലില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പൂച്ച പെറ്റുകിടക്കുകയാണ് ഖജനാവിൽ എന്ന് പറഞ്ഞത്. അതാണ് സ്ഥിതി. അക്ഷരാർത്ഥത്തിൽ അതാണ് സ്ഥിതി. പക്ഷെ നമ്മൾ ഇപ്പോൾ പ്രതിപക്ഷം മാത്രമാണോ? അല്ല. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് അധികാരത്തിലേക്ക് വരേണ്ട ഒരു മുന്നണി കൂടിയാണ് UDF. എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തിനെ നമുക്ക് പുനർജനിപ്പിക്കണം. എവിടെയെല്ലാമാണ് ഇവര് തകർത്തു തരിപ്പണമാക്കിയത് അവിടെയെല്ലാം നമുക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം. ഈ ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. മികച്ച ഫിനാൻസ് മാനേജ്മെന്റിലൂടെ, തന്ത്രപൂർവമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ, ഖജനാവിന്റെ ചോർച്ച അടച്ചുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന് ഉത്തേജക ഔഷധം കൊടുത്ത് നമ്മൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരായ രീതിയിൽ കെട്ടിപ്പടുക്കും. ഖജനാവിൽ നമ്മൾ പണം നിറയ്ക്കും. അതാണ് സർക്കാരിന്റെ ജോലി. പണം നിറഞ്ഞാൽ സാധാരണക്കാരനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീര് തുടച്ച്, അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റണം. വേണ്ടേ? അതിന് കഴിയും UDF-ന്. കഴിഞ്ഞ 2 കൊല്ലമായി ഞങ്ങളെല്ലാം നിരന്തരമായ പരിശ്രമത്തിലാണ്. ഗവേഷണ തുല്യമായ കഠിനാധ്വാനം ചെയ്ത് വിവിധ രംഗങ്ങളിൽ മികച്ച ആളുകളെ ചുമതലപ്പെടുത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ വിദഗ്ധരായ മലയാളികളുടെ സേവനം ഏറ്റുവാങ്ങി നമ്മൾ മാനിഫെസ്റ്റോ എന്നല്ല, വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ച് നമ്മൾ പരിപാടികൾ പ്രഖ്യാപിക്കുക. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി, നിങ്ങൾ അറിയണം, തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് മുൻപേ കൃത്യമായ പരിപാടികളുമായി മുന്നോട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, ശരിയല്ലേ? ആ വെന്റിലേറ്ററിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ആരോഗ്യവതിയാക്കി എഴുന്നേൽപ്പിച്ച് നമ്മൾ നടത്തും. നമ്മൾ ഒരു ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. 300-ലധികം ഡോക്ടർമാരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. ആ കമ്മീഷൻ 600-ലധികം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി. ഇന്നലെ നമ്മൾ കോഴിക്കോട് മിനിങ്ങാന്ന് നമ്മൾ ഒരു ഹെൽത്ത് ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തു. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ്. ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും സംരക്ഷണം ഉണ്ടാകും. ഒരു രോഗി പോലും മരുന്നില്ലാതെ, ചികിത്സയില്ലാതെ കേരളത്തിൽ മരിക്കില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ആ ചികിത്സാ ചെലവ് നമ്മൾ ആദ്യഘട്ടത്തിൽ പകുതിയാക്കി കുറയ്ക്കും. 2ാം ഘട്ടത്തിൽ 1/3 കുറയ്ക്കും. ട്രൈബൽ ആശുപത്രികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്പെഷ്യൽ ആശുപത്രി, ഷീ ഹോസ്പിറ്റൽസ്, പ്രായമായവർക്ക് പ്രത്യേക പരിരക്ഷണം, ജെറിയാട്രിക് കെയർ, എല്ലാ സ്ഥലങ്ങളിലും സമഗ്രമായ ഒരു ആരോഗ്യ പദ്ധതി. ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല.
ഞാൻ കരുതുന്നത്, ഞങ്ങൾ കരുതുന്നത്, ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് ആളുകൾ കടന്നു വരുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുന്നു. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോകുന്നു. പ്രോഗ്രാമുകൾ, യൂണിവേഴ്സിറ്റികൾ. UDF വരുമ്പോൾ കാനഡയിലും UK യിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും യൂണിവേഴ്സിറ്റികളിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. അവർ പഠിച്ചു പുറത്തു വന്നാൽ 2 ഓപ്ഷനാണ്. ഒന്ന് തൊഴിൽ, 2 സംരംഭം തുടങ്ങാനുള്ള സംവിധാനം. അതിനുള്ള സമഗ്രമായ ഒരു പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പദ്ധതി 19-ാം തീയതി തൃശൂരിൽ പ്രഖ്യാപിക്കുക. മുൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ഡോക്ടർ അച്യുത് ശങ്കർ സാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണം. എങ്ങനെയാണ്? ഈ കാലത്തിന് അനുയോജിച്ച ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. ഡാറ്റയാണ് നമ്മുടെ ആശയം. ആളുകൾ പറയുന്ന കള്ളപ്രചരണങ്ങളോ തെറ്റായ പ്രചരണങ്ങളോ തെറ്റായ നറേറ്റീവുകളോ അല്ല ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റയും സർവേയും നടത്തി ഓരോ വകുപ്പിലും അത് കളക്ട് ചെയ്ത ഡാറ്റ ഡ്രിവൺ ഗവേണൻസ്. കുട്ടികൾ അവരുടെ അഭിലാഷം എന്താണ്? എല്ലാ വർഷവും കേരള സ്റ്റുഡന്റ് സർവേ നടത്തും നമ്മൾ. കുട്ടികളുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയാൻ നടത്തും. ഡിഗ്രി കഴിഞ്ഞാൽ, കോഴ്സ് കഴിഞ്ഞാൽ കുട്ടികൾ എവിടേക്ക് പോകുന്നു, എന്തു ചെയ്യുന്നു എന്നറിയാൻ സ്റ്റുഡന്റ് ട്രാക്കിംഗ് സർവേ നടത്തും. അറിയണം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് UDF പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ അഭിമാനത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിരവധി പദ്ധതികളുണ്ട്. ഞാൻ പറഞ്ഞു 600 കിലോമീറ്റർ കടലാണ് കേരളത്തിന്റെ. പ്രകൃതി നൽകിയ വരദാനമാണ്. 2 ഇന്റർനാഷണൽ സീ പോർട്ടുകൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി പോർട്ടുകൾ. ഇതെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70-75% ഇതിന്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് പാസഞ്ചേഴ്സ് ഷിപ്പിംഗ്, ക്രൂയിസ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സ് അതിലേക്ക് വരും. 3ാം ഘട്ടത്തിൽ ബാക്ക് വാട്ടർ, നദികളുമായി സംയോജിച്ച ടൂറിസം പദ്ധതികൾ. ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി കൊച്ചിയിൽ നമ്മൾ പ്രഖ്യാപിക്കുക. ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് ആണ്. എല്ലാ കാര്യവും പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വരും. ആദ്യമായി കേരളത്തിലൊരു മുന്നണി ഇതാ രാഷ്ട്രീയം മാത്രം പറയാതെ കേരളത്തെ കുറിച്ച്, കേരളത്തെ ഭാവിയെ കുറിച്ച്, എന്താകണം കേരളം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുമായി ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം വരുന്നത് നമ്മുടെ UDF ആണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം. ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, കേരളം ഇനി പിന്നോട്ട് നടക്കില്ല, കേരളം ഇനി മുന്നോട്ട് കുതിക്കും. നമുക്കറിയാം, ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ആരംഭിച്ച IT മന്ത്രിയായിരുന്നു ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. IT രംഗത്ത് കേരളത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് UDF കാലത്താണ്. അദ്ദേഹം വ്യവസായ വകുപ്പിന്റെയും IT-യുടെയും നേതൃത്വത്തിലാണ്. ഏറ്റവും താഴെ തട്ടിൽ വരെ ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടത്തിയത് ആ കാലഘട്ടത്തിലാണ്. പിന്നീട് അതങ്ങ് തളർന്നിരിക്കുകയാണ്. 10 കൊല്ലമായിട്ട് ഒരു വളർച്ചയുമില്ല, ഒരു മുന്നോട്ട് പോക്കുമില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ 10 കൊല്ലത്തെ മാന്യത്തിനു കൂടി നമ്മൾ പരിഹാരം കാണും. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന എന്താ? ഇവിടെ വർഗീയത മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. BJP-ക്കാരെ നമുക്കറിയാം അല്ലേ? ഏത് സംസ്ഥാനത്ത് ചെന്നാലും ആളുകളെ തമ്മിലടിപ്പിച്ച് വിദ്വേഷ പ്രസംഗം നടത്തി അവർക്ക് ഒരുമിച്ച് ആരെങ്കിലും നടക്കുന്ന സങ്കടം വരും. അപ്പൊ അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ CPM. ചേട്ടൻ ബാവ ഡൽഹിയിൽ ചെയ്യുന്നത് പോലെ തന്നെ അനിയൻ ബാവ തിരുവനന്തപുരത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം എന്തായിരുന്നു? ന്യൂനപക്ഷ പ്രേമമായിരുന്നു.
ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഇസ്രായേൽ പാലസ്തീനിലെ യുദ്ധത്തെ കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച്, ന്യൂനപക്ഷങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച്. അത് കാപട്യമാണെന്ന് ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി, അവർ വോട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി. നിങ്ങൾ അറിയണം, തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഈ മലപ്പുറം ജില്ലക്കെതിരായി ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹമാണ് തുടക്കമിട്ടത്, അദ്ദേഹമാണ് തിരികൊളുത്തിയത്. പിന്നെ കിങ്കരന്മാരുടെ വരവായി AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സജി ചെറിയാൻ, ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇരിക്കുക. എന്താ, മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം, പച്ചയ്ക്ക് വർഗീയത പറയാണ്. നിങ്ങളറിയ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണിത്? ആ മന്ത്രി ഇപ്പോഴും മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. UDF-ലാണെങ്കിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ 24 മണിക്കൂറായാൽ അവിടെ ഇരിക്കില്ല, കസേരയിൽ അവിടെ ഇരിക്കുകയാണ്. ഇത് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, എന്ത് ഇടതുപക്ഷമാണ്? പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരാൾ മന്ത്രിസഭയിൽ ഇരിക്കുന്നു. പിന്നെ വർഗീയത പ്രസംഗിക്കുന്ന ആളുകളെ ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ പോയി പൊന്നാടയാണ്. ഞാൻ പറയണ്ടല്ലോ, ഇതെല്ലാം പരിപാടിയാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, UDF-ന് പറയാനുള്ളത്, ഒരാളും ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. കേരളത്തിൽ ആരും വർഗീയത പറയണ്ട. ആര് വർഗീയത പറഞ്ഞാലും, ഏത് കൊല കൊമ്പം പറഞ്ഞാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. അത് തെറ്റാണെന്ന് പറയും, അത് പിൻവലിക്കണമെന്ന് പറയും. ഇനി തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ കുറെ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ വർഗീയത പറയും. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി, വർഗീയത പറയാൻ പറയും. വർഗീയത പറയാൻ പറയണ്ട. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവും. പിന്നെ ഓർമ്മയാവും ഇല്ലേ? പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാകും. അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നതിന് പാര വയ്ക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ അതിന് സമ്മതിക്കില്ല. ഒരാളും വർഗീയത പറയണ്ട. വർഗീയത പറയാൻ വരുന്നവരെ നമ്മൾ നേരിടേണ്ടത് തോളോട് തോളൊരുമി നമ്മൾ ഒരുമിച്ച് നിന്ന് കാണിക്കണം. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരാളും വരണ്ട എന്ന് പറയണം. ഞാൻ കരുതുന്നത് UDF-ന്റെ ഈ ഉറച്ച നിലപാട് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. സംശയം ഇതെവിടെ പോവുകയാണ് ഈ ഭരണം? ഞങ്ങൾ പയ്യന്നൂരെത്തിയപ്പോ രക്തസാക്ഷി ഫണ്ട് വിവാദം. CPM-ന് ഇപ്പോ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയാണ്, ബമ്പർ ലോട്ടറി. പിന്നെ പിരിവ് തുടങ്ങാലോ, ഇത് വീട്ടിൽ കൊണ്ടുപോവാം. ധനരാജിന്റെ ഫണ്ട് പിരിവ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച കുഞ്ഞികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ ഞെട്ടിപ്പോയി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. സ്വർണം മാത്രമല്ലേ, ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിൽ മനോഹരമായൊരു ദ്വാരപാലക ശില്പം ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് കോടികൾക്ക് വിറ്റു. ഇവർ കോടീശ്വരനെയും പറ്റിച്ചു. അയാൾക്കറിയില്ലല്ലോ ഇത് കള്ള മുതലാണെങ്കിൽ അയാൾ കോടികൾ കൊടുത്ത് മേടിക്കുമോ? അയാളെയും പറ്റിച്ചു. എന്നിട്ട് ജയിലിൽ കിടക്കണവന്മാർക്കെതിരെ ഒരു നടപടിയില്ല. 2019 ഈ കളവ് നടത്തി. ആരും അറിഞ്ഞില്ല, കോടതിയാ പറഞ്ഞത്. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാർ സാധാരണ എന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 വീണ്ടും കക്കാൻ ശ്രമം നടത്തി. അപ്പോഴാ കോടതി പിടിച്ചത്. ഇല്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം പോലും അടിച്ചുകൊണ്ട് പോയത്. അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് ചൂണ്ടിക്കാണിച്ചവനത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. മനസ്സിലായോ? ഇതാണ് പുതിയ സിദ്ധാന്തം. അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ ഒരു CPM-കാരനെ വിഷ്ണുവിനെ കൊന്നു. ആ ഫണ്ടും അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി കാസർഗോഡേക്ക് പുറപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം നമ്മുടെ കൂടെ ചേർന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഞാൻ പോകുന്നു. എന്തു പാർട്ടിയാണിത്? രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി CPM മാറി. എന്നിട്ട് ഇപ്പൊ എന്താ പ്രഖ്യാപനങ്ങളാണ്? ഖജനാവിൽ പൂച്ച പറ്റിയിടക്കുകയാണ്. പ്രഖ്യാപിക്കുന്നതിന് വല്ല തയ്യാറുണ്ട്. ഇവര് 2021 പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2500 ആക്കും. കുറെ പാവങ്ങൾ വോട്ട് ചെയ്തു. കേട്ടത് നല്ല കാര്യം. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. എന്തൊരു കബളിപ്പിക്കലാണ്. ഈ തെരഞ്ഞെടുപ്പിന്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ പരീക്ഷിക്കരുത്.
എന്താ സംഭവിച്ചത്? അവരെല്ലാം ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ മണി സഖാവ് ഇടുക്കി പറഞ്ഞത്, കൊള്ളരുതാത്തവന്മാർ, നമ്മുടെ കാശും മേടിച്ച അവന്മാർ പോയി പുട്ടടിച്ചത്. എന്റെ മണി സഖാവെ, അവര് കൊള്ളരുതാത്തവരല്ല, അവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ഈ 2 മാസത്തെ പെൻഷൻ LDF തരുള്ളൂ, അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് UDF ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാം. ഇതാണ്. അപ്പൊ ഇവര് നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അവര് കേരളത്തെ, ഞാൻ പറയാഞ്ഞിട്ടാണ്, ഓരോ കാര്യം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഒരു കാര്യത്തിൽ 1-ാം സ്ഥാനമുണ്ട്. എന്തിനാണെന്നറിയാം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനം കേരളം. 11 മാസമായി. അത് പിണറായി വിജയൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു സംസ്ഥാനം 1-ാം സ്ഥാനം. എന്താണ്? മാർക്കറ്റിൽ ഇടപെടുന്നില്ല, സപ്ലൈകോ പൂട്ടാറായി. കുഞ്ഞാലിക്കുട്ടി സാഹചര്യ മന്ത്രിസഭ ഇരിക്കുന്ന കാലത്ത്, നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി 22 പൈസ യൂണിറ്റിന് കുറച്ച് തന്നു. ഇപ്പൊ 10 കൊല്ലം. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാം? 50,000 കോടി രൂപയുടെ നഷ്ടമാണ്. അത്രേ പറ്റുള്ളൂ. ഇത്രയും നാളുകൊണ്ട് അതിന്റെ സങ്കടത്തിലാണ്. അത് തീരാറായി. KSRTC പോണ വഴി ഏതാണെന്ന് നേരത്തെ പറഞ്ഞ വഴി ഡ്രൈവർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാലൻസ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികളാണ് കടം. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. 7 ക്ഷേമനിധികൾ തകർന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ആ ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ എല്ലാവരും സങ്കടത്തിലാണ്. ആകെ ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രമാണ് സമാധാനം. ക്രിമിനലുകളും ഗുണ്ടകളും മുഴുവൻ തെരുവിലാണ്. മയക്കുമരുന്നും മാഫിയയുടെ തലസ്ഥാനമാണ് കേരളം. എല്ലാത്തിനും കുടപിടിച്ചു കൊടുക്കുകയാണ്. പൊളിറ്റിക്കൽ പേട്രണേജ് ആണ് CPM കൊടുക്കുന്നത് മയക്കുമരുന്ന് സംഘങ്ങൾക്ക്. അതാണ് ഒരാളെയും പിടിക്കാതെ, പിടിക്കുന്ന ഈ വലിക്കുന്ന പിള്ളേരെ പിടിക്കും. അവരെ കൊണ്ടുപോയി 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തി ജാമ്യം കൊടുത്തു വിടും. 3 മണിക്കൂർ വലിക്കാൻ പറ്റാത്തതിന്റെ കൂടി അവന്മാരെ അടുപ്പിച്ചടുപ്പിച്ച് വലിച്ച് വൈകുന്നേരം ആകുമ്പോൾ തീർക്കും. അല്ലാതെ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ആര് കൊടുത്തയക്കുന്നു? 10 കൊല്ലമായിട്ട് ചെറുവിരൽ അനക്കാൻ കഴിയാത്ത കേരളത്തെ കാർന്ന്, അർബുദം പോലെ കാർന്നു തിന്നുകയാണ് മയക്കുമരുന്ന്. ഇല്ലേ? ഓരോ കുടുംബത്തിലും നടക്കുന്നത് എന്താ? ഓരോ കുടുംബത്തിലും നടക്കുന്നത്. ഇന്നലെ 58 വയസ്സുകാരനാണ് 88 വയസ്സുള്ള അമ്മയെ വരാന്തയിൽ കസേരയിലിരിക്കുമ്പോൾ എടുത്തിട്ട് ഒറ്റയേറാണ് മുറ്റത്തോട്ട്. അമ്മ തലപൊട്ടിയ ആശുപത്രിയിലാണ്. എന്താണ് കേരളം? എങ്ങോട്ട് പോകുന്നു? ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ചെറുവിരൽ അനക്കുന്നുണ്ടോ? നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. ഞാൻ അവസാനിപ്പിക്കുക. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു ഗമ പറഞ്ഞു. അതായത് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ഈ ട്രെൻഡൊക്കെ ഉണ്ടായിട്ടും 14-ൽ 9 സീറ്റ് UDF ജയിച്ചു. ഈ പ്രാവശ്യം ഞങ്ങൾ 14-ൽ 14 സീറ്റ് ജയിക്കും. കുഞ്ഞാലി സാഹിബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ, മലപ്പുറത്ത് ഞങ്ങള് 16-ൽ 16 സീറ്റ് ജയിക്കുമെന്ന്. അപ്പൊ നിങ്ങളത് ഏറ്റെടുത്തല്ലോ 100%. ഞാൻ പറയുന്നു, നമ്മുടെ UDF ടീം UDF 100-ലധികം സീറ്റുമായി ഉജ്ജ്വലമായ തിരിച്ചുവരവ് കേരളത്തിൽ വരുമ്പോൾ 16-ൽ 16 സീറ്റും നേടി മലപ്പുറം മുൻപിലുണ്ടാകണം. ഞാൻ നിങ്ങളുടെ ഉറപ്പ് എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക്, ഈ പുലിവെയിലിൽ നിങ്ങൾ നൽകിയ ഈ മനോഹരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ ചുരുക്കും.